ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്താതെ പോയ അല്ലെങ്കിൽ ബോധപൂർവം മറച്ചുവെക്കപ്പെട്ട ചില അധ്യായങ്ങളുണ്ട്. അതിൽ പലതും ഇന്നും വെളിച്ചം കണ്ടിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ കാണാപ്പുറങ്ങളിൽ അരങ്ങേറുന്ന ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന അമ്പരപ്പ് ചെറുതല്ല. അത്തരത്തിലൊരു ചരിത്ര സത്യത്തിൻ്റെ പൂർണ്ണ വിശകലനമാണ് ഈ വീഡിയോ. ശീതയുദ്ധത്തിൻ്റെ ഉച്ചകോടിയിൽ ഇന്ത്യയുടെ മണ്ണിൽ നിന്നും ചൈനീസ് മണ്ണിലേക്ക് കണ്ണും നട്ട് പറന്നുയർന്ന അമേരിക്കൻ ചാരവിമാനങ്ങളുടെ അവിശ്വസനീയമായ കഥയാണിത്. 3 വർഷങ്ങളിലായി 1960കളിൽ അരങ്ങേറിയ ഈ രഹസ്യ ഓപ്പറേഷൻ്റെ എല്ലാ മാനങ്ങളും നമുക്ക് പരിശോധിക്കാം. 1962 ശൈത്യകാലം. ഹിമാലയത്തിൻ്റെ മഞ്ഞുമൂടിയ കൊടുമുടികളിൽ ചോരയുടെ ഗന്ധം പടർന്ന ദിനങ്ങൾ. ലോക സമാധാനത്തിനും ചേരിചേരാ നയത്തിനും വേണ്ടി നിലകൊണ്ട സ്വതന്ത്ര ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ഒരു ചതിയായിരുന്നു. ഹിന്ദി ചീനി ഭായ് ഭായ് എന്ന മുദ്രാവാക്യം മുഴക്കി സൗഹൃദം നടിച്ച ചൈന അപ്രതീക്ഷിതമായി അതിർത്തി കടന്ന് ആക്രമണം അഴിച്ചുവിട്ടു. നെഹ്റുവിൻ്റെ ഇന്ത്യ ഈ ആക്രമണത്തിന് മുന്നിൽ പകച്ചുപോയി. പർവ്വതനിരകളിൽ നമ്മുടെ ധീരരായ സൈനികർക്ക് ആവശ്യമായ ആയുധങ്ങളോ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളോ ഉണ്ടായിരുന്നില്ല. ഈ യുദ്ധം കേവലം ഒരു അതിർത്തി തർക്കം മാത്രമായിരുന്നില്ല, മറിച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു. ചൈനീസ് സൈന്യം ഇന്ത്യൻ മണ്ണിലേക്ക് എത്രത്തോളം കടന്നു കയറി എന്നതിനെക്കുറിച്ചോ അവരുടെ ഭാവി പദ്ധതികളെക്കുറിച്ചോ വ്യക്തമായ വിവരങ്ങൾ നൽകാൻ അന്ന് ഇന്ത്യയുടെ പക്കൽ തക്കതായ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ആകാശത്ത് നിന്ന് അതിർത്തിയിലെ ചൈനീസ് സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാൻ കെൽപ്പുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് അപ്രാപ്യമായിരുന്നു. പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ഒരു കാര്യം ബോധ്യമായി: തൻ്റെ ആദർശവാദങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യത്തിൻ്റെ ലോകം ക്രൂരമാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി ആരുടെ മുന്നിലും കൈനീട്ടാൻ അദ്ദേഹം തയ്യാറായി. അങ്ങനെ ഒരിക്കലും ചേരില്ലെന്ന് കരുതിയിരുന്ന 2 ശക്തികൾ തമ്മിൽ കൈകോർക്കാൻ തീരുമാനിച്ചു. ഒരു വശത്ത് സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ള ചേരിചേരാ നയത്തിൻ്റെ വക്താവായ ഇന്ത്യ, മറുവശത്ത് ലോക മുതലാളിത്തത്തിൻ്റെ അപ്പോസ്തലന്മാരായ സാക്ഷാൽ അമേരിക്കൻ ഐക്യനാടുകൾ. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിക്ക് നെഹ്റു അടിയന്തര സഹായം അഭ്യർത്ഥിച്ച് കത്തുകൾ എഴുതി. ഈ കത്തുകളാണ് പിന്നീട് CIA എന്ന അമേരിക്കൻ ചാരസംഘടനയ്ക്ക് ഇന്ത്യയിലേക്ക് ചുവടുവെക്കാൻ പരവതാനി വിരിച്ചത്. ചൈനയുടെ രഹസ്യങ്ങൾ ചോർത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ രൂപപ്പെട്ട ആ അസാധാരണ ബന്ധത്തിൻ്റെ തുടക്കം അവിടെയായിരുന്നു. 1962 യുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ സുരക്ഷാ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോ അമേരിക്കൻ ഏജൻസികളുമായി സഹകരിക്കാൻ നിർബന്ധിതരായി. ഈ കാലഘട്ടത്തിൽ ചൈന മറ്റൊരു വലിയ ഭീഷണി കൂടി ഉയർത്തുന്നുണ്ടായിരുന്നു: അവരുടെ ആണവായുധ പരീക്ഷണങ്ങൾ. ചൈനയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയായ ഷിൻജിയാങ്ങിൽ നടക്കുന്ന ആണവ പരീക്ഷണങ്ങളെക്കുറിച്ചും സൈനിക നീക്കങ്ങളെക്കുറിച്ചും അറിയാൻ അമേരിക്കയും അതിയായി ആഗ്രഹിച്ചിരുന്നു. സോവിയറ്റ് യൂണിയനുമായുള്ള അമേരിക്കയുടെ ശീതസമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. സോവിയറ്റ് യൂണിയൻ്റെ വ്യോമാതിർത്തികളിൽ അമേരിക്കൻ ചാരവിമാനങ്ങൾ വെടിവെച്ചിടപ്പെട്ടതോടെ ചൈനയെ നിരീക്ഷിക്കാൻ സുരക്ഷിതമായ മറ്റൊരു താവളം അമേരിക്കയ്ക്ക് ആവശ്യമായി വന്നു. ഇന്ത്യയാകട്ടെ ചൈനയുടെ ഓരോ ചലനവും അറിയാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. അങ്ങനെ 2 രാജ്യങ്ങളുടെയും ശത്രു ഒന്നായപ്പോൾ അവർ സ്വാഭാവികമായും സുഹൃത്തുക്കളായി. 1963 ജൂണിൽ അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡിയും ഇന്ത്യൻ രാഷ്ട്രപതി S രാധാകൃഷ്ണനും തമ്മിൽ ഒരു രഹസ്യ കരാറിൽ ഒപ്പുവെച്ചു. ഈ കരാറാണ് ഇന്ത്യയുടെ വ്യോമാതിർത്തിയും വിമാനത്താവളങ്ങളും CIA ഉപയോഗത്തിനായി തുറന്നു കൊടുക്കാൻ വഴിതെളിച്ചത്. ഈ രഹസ്യ നീക്കങ്ങളുടെ ചുക്കാൻ പിടിച്ചത് ഇന്ത്യയുടെ അന്നത്തെ പ്രഗത്ഭനായ ഇൻ്റലിജൻസ് മേധാവി BN മല്ലിക്കും ഒഡീഷയിലെ കരുത്തുറ്റ രാഷ്ട്രീയ നേതാവും മുൻ പൈലറ്റുമായ ബിജു പട്നായിക്കുമായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ പൈലറ്റായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ബിജു പട്നായിക്കിന് വ്യോമയാന മേഖലയിലും ഭൂമിശാസ്ത്രപരമായ തന്ത്രങ്ങളിലും അഗാധമായ അറിവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അമേരിക്കൻ വിമാനങ്ങൾക്ക് താവളമൊരുക്കാൻ ഒഡീഷയിലെ കട്ടക്കിനടുത്തുള്ള ഒരു രഹസ്യ കേന്ദ്രം തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് മറ്റൊന്നുമായിരുന്നില്ല, ചാർബാട്ടിയ വ്യോമത്താവളം. തികഞ്ഞ രഹസ്യ സ്വഭാവത്തോടെയായിരുന്നു ഈ നീക്കങ്ങളെല്ലാം നടന്നത്. ഇന്ത്യൻ പാർലമെൻറ്റോ ജനങ്ങളോ എന്തിന് മന്ത്രിസഭയിലെ പല ഉന്നതർ പോലുമോ ഈ വിവരങ്ങൾ അറിഞ്ഞിരുന്നില്ല. അമേരിക്കൻ ചാരന്മാർക്കും അവരുടെ അത്യാധുനിക ഉപകരണങ്ങൾക്കും താവളമൊരുക്കാൻ ഇന്ത്യ ഒരുങ്ങുകയായിരുന്നു. അതിർത്തിയിലെ ചൈനീസ് കടന്നുകയറ്റങ്ങളെക്കുറിച്ചുള്ള വിലപ്പെട്ട ഇൻ്റലിജൻസ് വിവരങ്ങൾ അമേരിക്ക ഇന്ത്യക്ക് കൈമാറാം എന്നതായിരുന്നു ഈ സഹായത്തിന് പകരമായി ലഭിച്ച പ്രതിഫലം. ചാർബാട്ടിയ വ്യോമത്താവളം 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതായിരുന്നു. യുദ്ധത്തിന് ശേഷം അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു.
CIA പ്രത്യേക സംഘം രഹസ്യമായി ചാർബാട്ടിയ സന്ദർശിക്കുകയും തങ്ങളുടെ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ പാകത്തിൽ ഒരു എയർ സ്ട്രിപ്പ് നവീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അവിടെ ഇറങ്ങാൻ പോകുന്ന വിമാനം സാധാരണ വിമാനമായിരുന്നില്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ചതും ഭയപ്പെടുത്തുന്നതുമായ ചാരവിമാനം ലോക്ഹീഡ് U-2 അഥവാ ഡ്രാഗൺ ലേഡിയായിരുന്നു. U-2 വിമാനങ്ങൾ അക്കാലത്തെ ഒരു സാങ്കേതിക വിസ്മയമായിരുന്നു. ഒറ്റ എഞ്ചിനുള്ള നീളൻ ചിറകുകളുള്ള ഈ കറുത്ത വിമാനങ്ങൾക്ക് ഏതാണ്ട് 70,000 അടി ഉയരത്തിൽ പറക്കാൻ കഴിയുമായിരുന്നു. അതായത് ശത്രു രാജ്യങ്ങളുടെ റഡാറുകൾക്കോ വിമാനവേദ മിസൈലുകൾക്കോ എളുപ്പത്തിൽ കണ്ടെത്താനോ ആക്രമിക്കാനോ കഴിയാത്തത്ര ഉയരത്തിൽ. ഏറ്റവും മികച്ച ക്യാമറകളും സെൻസറുകളും ഘടിപ്പിച്ച U-2 വിമാനങ്ങൾക്ക് ആയിരക്കണക്കിന് അടി മുകളിൽ നിന്ന് താഴെയുള്ള സൈനിക ക്യാമ്പുകളുടെയും ബങ്കറുകളുടെയും സൂക്ഷ്മമായ ചിത്രങ്ങൾ പകർത്താൻ കഴിയുമായിരുന്നു. ചാർബാട്ടിയ വ്യോമത്താവളത്തിൻ്റെ റൺവേ U-2 വിമാനങ്ങൾക്കായി പ്രത്യേകം നവീകരിച്ചു. അമേരിക്കൻ പൈലറ്റുമാരും സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന സംഘം അവിടെ രഹസ്യമായി തമ്പടിച്ചു. തായ്ലൻഡിലെ തങ്ങളുടെ പ്രധാന താവളങ്ങളിൽ നിന്നാണ് അമേരിക്ക ആദ്യഘട്ടത്തിൽ വിമാനങ്ങൾ പറപ്പിച്ചിരുന്നത്. എന്നാൽ ചാർബാട്ടിയ സജ്ജമായതോടെ ഇന്ത്യയുടെ ഹൃദയഭാഗത്തു നിന്ന് ചൈനയുടെ നെഞ്ചിലേക്ക് കണ്ണയക്കാൻ അവർക്ക് സാധിച്ചു. CIA ഏറ്റവും ആധുനികമായ ആശയവിനിമയ സംവിധാനങ്ങളും ഫോട്ടോകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ലബോറട്ടറികളും ചാർബാട്ടിയയിൽ ഒരുക്കി. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിനുള്ളിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ചാരസംഘടന പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്ന കാഴ്ചയായിരുന്നു അത്. എന്നാൽ ചൈനയെക്കുറിച്ചുള്ള ഭയം ഇന്ത്യയെ അത് അനുവദിക്കാൻ പ്രേരിപ്പിച്ചു. നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം 1964 മെയ് 24-നാണ് ചാർബാട്ടിയിൽ നിന്നുള്ള ആദ്യത്തെ U-2 രഹസ്യ പറക്കൽ നടന്നത്. ആകാശത്തിൻ്റെ കറുത്ത മേലാപ്പിലേക്ക് ഒരു പരുന്തിനെ പോലെ അത് പറന്നുയർന്നു. ടിബറ്റൻ പീഠഭൂമിക്കും ഹിമാലയൻ അതിർത്തികൾക്കും മുകളിലൂടെ മണിക്കൂറുകളോളം പറന്ന് അത് ചൈനീസ് സൈനിക വിന്യാസങ്ങളുടെ വ്യക്തമായ ചിത്രങ്ങൾ പകർത്തി. ആദ്യത്തെ മിഷൻ തന്നെ വൻ വിജയമായിരുന്നു. ഇന്ത്യക്കും അമേരിക്കയ്ക്കും തങ്ങൾ ആഗ്രഹിച്ച വിവരങ്ങൾ കൃത്യമായി ലഭിച്ചു. എന്നാൽ ഈ വിജയത്തിൻ്റെ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. ആദ്യത്തെ പറക്കൽ കഴിഞ്ഞ് 3-ാം ദിവസം 1964 മെയ് 27-ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്തരിച്ചു. നെഹ്റുവിൻ്റെ പെട്ടെന്നുള്ള മരണം CIA കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചാർബാട്ടിയയിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കൻ സംഘം തീരുമാനിച്ചു. വിമാനങ്ങളും പൈലറ്റുമാരും മടങ്ങിപ്പോയെങ്കിലും ക്യാമ്പിലെ മറ്റ് സജ്ജീകരണങ്ങൾ അവിടെ തന്നെ നിലനിർത്തി. മാസങ്ങൾക്ക് ശേഷം 1964 ഡിസംബറിൽ ഇന്ത്യ ചൈന അതിർത്തിയിൽ വീണ്ടും സംഘർഷാവസ്ഥ ഉടലെടുത്തു. ചൈന തങ്ങളുടെ ആദ്യത്തെ ആണവ ബോംബ് പരീക്ഷിച്ച സമയവുമായിരുന്നു അത്. ഇതോടെ ഡ്രാഗൺ ലേഡി വീണ്ടും ചാർബാട്ടിയിൽ തിരിച്ചെത്തി. ഡിസംബറിൽ തുടർച്ചയായ 3 സുപ്രധാന രഹസ്യാന്വേഷണ പറക്കലുകൾ കൂടി ഇവിടെ നിന്ന് നടന്നു. ചൈനയുടെ പടിഞ്ഞാറൻ മേഖലകളിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെക്കുറിച്ചും സൈനിക താവളങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ ഈ മിഷനുകൾക്ക് കഴിഞ്ഞു. എന്നാൽ ഇത്തരം രഹസ്യ ഓപ്പറേഷനുകൾ എപ്പോഴും അപകടങ്ങൾ നിറഞ്ഞതായിരിക്കും. ചാർബാട്ടിയയിലെ ഒരു ലാൻഡിങ്ങിനിടെ അപ്രതീക്ഷിതമായ ഒരു സംഭവമുണ്ടായി. മിഷൻ പൂർത്തിയാക്കി തിരിച്ചിറങ്ങിയ U-2 വിമാനം നിയന്ത്രണം വിട്ട് റൺവേക്ക് പുറത്തുള്ള ചെളിയിൽ പൂണ്ടുപോയി. ഒരു സാധാരണ വിമാനമായിരുന്നെങ്കിൽ അത് വലിയ വാർത്തയാകുമായിരുന്നില്ല. എന്നാൽ അതൊരു ടോപ്പ് സീക്രട്ട് അമേരിക്കൻ ചാരവിമാനമായിരുന്നു. ഇന്ത്യയിലെ മാധ്യമങ്ങളോ പൊതുജനങ്ങളോ ഈ വിമാനം കാണാൻ പാടില്ലായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് ഇന്ത്യൻ സേനയുടെയും CIA ഉദ്യോഗസ്ഥർ ചേർന്ന് ആ വിമാനം അവിടെ നിന്ന് മാറ്റിയത്. ഈ സംഭവം CIA വലിയൊരു പാഠമായി. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടായാൽ രഹസ്യം പുറത്തു പോകുമെന്ന ഭയം കാരണം 1967 ചാർബാട്ടിയയിൽ നിന്നുള്ള U-2 വിമാനങ്ങളുടെ പറക്കൽ പൂർണ്ണമായും അവസാനിപ്പിക്കുകയും തായ്ലൻഡിലേക്ക് താവളം മാറ്റുകയും ചെയ്തു. ചാർബാട്ടിയയിൽ നിന്ന് അമേരിക്കൻ വിമാനങ്ങൾ മടങ്ങിയെങ്കിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇൻ്റലിജൻസ് സഹകരണം അവിടെ അവസാനിച്ചില്ല. വ്യോമത്താവളം അടച്ചതിന് ശേഷവും അമേരിക്ക ഇന്ത്യക്ക് അത്യാധുനിക നിരീക്ഷണ ഉപകരണങ്ങൾ കൈമാറുകയും ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുകയും ചെയ്തു. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ കീഴിലുള്ള ഏവിയേഷൻ റിസർച്ച് സെൻറ്റർ പിന്നീട് ചാർബാട്ടിയെ തങ്ങളുടെ പ്രധാന താവളമാക്കി മാറ്റി. ഇന്നും ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാനമായ രഹസ്യ നിരീക്ഷണ കേന്ദ്രങ്ങളിലൊന്നാണിത്. പതിറ്റാണ്ടുകളോളം ഈ U-2 മിഷനുകളുടെ കഥ ഇരുമ്പുമറയ്ക്കുള്ളിലായിരുന്നു. എന്നാൽ 2013 അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി ആർക്കൈവ് ഇൻഫർമേഷൻ നിയമപ്രകാരം CIA പഴയ രേഖകൾ പുറത്തുവിട്ടതോടെയാണ് ലോകം ഈ അവിശ്വസനീയമായ ചരിത്രം അറിയുന്നത്. ഇന്നത്തെ ലോകക്രമത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ സംഭവം നമുക്ക് നൽകുന്ന പാഠങ്ങൾ വലുതാണ്. ശത്രുതയും മിത്രത്വവും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സ്ഥിരമല്ല എന്ന സത്യം ഇത് അടിവരയിട്ടുറപ്പിക്കുന്നു. ഒരിക്കൽ കടുത്ത ആശയപരമായ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണി നേരിട്ടപ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരികൾ പ്രായോഗികമായ തീരുമാനങ്ങളെടുത്തു.
ചേരിചേരാ നയത്തിൻ്റെ ആദർശങ്ങളെക്കാൾ വലുതാണ് മാതൃരാജ്യത്തിൻ്റെ അതിർത്തികളെന്ന ബോധം അവരെ നയിച്ചു.